വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ 7th സെമസ്റ്റർ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസ് അതിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ അടുത്തൊരു ടോപ്പിക് ആയിട്ടുള്ള സാമ്പിൾ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി എന്ന പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാമ്പിൾ ഹാൻഡ്ലിംഗ് ടെക്നിക്സ് അതിൽ തന്നെ സാമ്പിളിംഗ് ഓഫ് സോളിഡ്സ് ഉണ്ട്, സാമ്പിളിംഗ് ഓഫ് ലിക്വിഡ്സ് ഉണ്ട്, സാമ്പിളിംഗ് ഓഫ് ഗ്യാസസ് ഉണ്ട്. സാമ്പിളിംഗ് ഓഫ് സോളിഡ്സിൽ വരുന്നതാണ് സോളിഡ് റൺ ഇൻ സൊല്യൂഷൻ, സോളിഡ് ഫിലിം ടെക്നിക്, മുൾ ടെക്നിക്, പ്രസ്ഡ് പെല്ലറ്റ് ടെക്നിക്. അടുത്തത് സാമ്പിളിംഗ് ഓഫ് ലിക്വിഡ്സും സാമ്പിളിംഗ് ഓഫ് ഗ്യാസസും. ഫസ്റ്റ് നമുക്ക് സാമ്പിളിംഗ് ഓഫ് സോളിഡ്സ് നോക്കാം. സാമ്പിളിംഗ് ഓഫ് സോളിഡ്സിൽ ആദ്യത്തെയാണ് സോളിഡ് റൺ ഇൻ സൊല്യൂഷൻ. അതിൽ പറയുന്നത് എന്താണ്? സോളിഡ്സ് നമ്മളൊരു നോൺ എക്വസ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക. ആ നോൺ എക്വസ് സോൾവെന്റ് എങ്ങനെയായിരിക്കണം? IR റീജിയനിൽ അബ്സോർബ് ചെയ്യുന്നത് ആവരുത്. ഓക്കെ, അപ്പോൾ സോളിഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോൺ എക്വസ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം എ ഡ്രോപ്പ് ഓഫ് ദിസ് സൊല്യൂഷൻ, ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സൊല്യൂഷനെ നമ്മൾ അതിലൊരു ഡ്രോപ്പ് എടുത്തിട്ട് അതിനെ ഒരു ആൽക്കലി മെറ്റൽ ഡിസ്കിൽ പ്ലേസ് ചെയ്യുക. ഇത് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷനെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ആൽക്കലി മെറ്റൽ ഡിസ്കിൽ പ്ലേസ് ചെയ്യുക, അതായത് സച്ച് ആസ് KBr ഓർ NaCl. അതിനുശേഷം സോൾവെൻ്റ് എന്ത് ചെയ്യുക? ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൗ ചെയ്യുക. അത് ഇവാപ്പറേറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു തിൻ ഫിലിം അവിടെ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഈ മെത്തേഡ് നമ്മൾ മെയിൻലി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സോളിഡ്സിനെ ഒരു നോൺ എക്വസ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് ആ സൊല്യൂഷൻ്റെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ആൽക്കലി മെറ്റൽ ഡിസ്ക്, അതായത് KBr അല്ലെങ്കിൽ NaCl ഒരു ഡ്രോപ്പ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം സോൾവെന്റിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ അലൗ ചെയ്യുക. അപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു തിൻ ഫിലിം അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താ? സിമ്പിൾ ടെക്നിക്കാണ്. പിന്നെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് മെഷീനറീസിൻ്റെ ഒന്നും ആവശ്യമില്ല, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സോളിഡ്സിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ചിലത് അവൈലബിൾ ആയിട്ടുള്ള സോൾവെൻസിൽ ഇൻസോലുബിൾ അല്ലെങ്കിൽ കെമിക്കലി അൺസ്റ്റേബിൾ ഒക്കെ ആയിരിക്കും. അതിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് സോളിഡ് ഫിലിം ടെക്നിക്. സോളിഡ് ഫിലിം ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് അമോർഫസ് നേച്ചർ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. സോളിഡ് അമോർഫസ് നേച്ചർ ആണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സോളിഡിൻ്റെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം അതിനെ KBr ഓർ NaCl സെല്ലിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ബൈ ഇവാപ്പറേഷൻ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോൾവെന്റ് ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തിൻ സോളിഡ് ഫിലിം ആ സെല്ലിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ് യൂസ് ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനല്ല. നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും രണ്ടാമത്തെ സോളിഡ് ഫിലിം ടെക്നിക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താ? നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, റാപ്പിഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് യൂസ്ഫുൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് സ്യൂട്ടബിൾ അല്ല. അടുത്തതാണ് മുൾ ടെക്നിക്. അതിന് തന്നെ നമ്മൾ ന്യൂജോൾ മുൾ അല്ലെങ്കിൽ മോൾഡ് ടെക്നിക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 2 to 5 മില്ലിഗ്രാം ഒരു സ്മോൾ എമൗണ്ട് സോളിഡ് സാമ്പിളിനെ നമ്മൾ ഒരു മോട്ടർ ആൻഡ് വെസൽ ഉണ്ടല്ലോ, മോട്ടറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലോട്ട് 1 to 2 ഡ്രോപ്സ് ഓഫ് ന്യൂജോൾ, അതായത് ലിക്വിഡ് പാരഫീൻ ആണ്, ന്യൂജോൾ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്കൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഫോം ചെയ്യാം. അതിനെയാണ് നമ്മൾ മുൾ എന്ന് പറയാം. ഈ പേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? IR ബീമിൻ്റെ പാത്തിലോട്ട് നമ്മൾ ഈ പേസ്റ്റിനെ മൗണ്ട് ചെയ്യുക, അതായത് വെക്കാം. അതിനുശേഷം സ്പെക്ട്രം റെക്കോർഡ് ചെയ്യാം. ന്യൂജോൾ ഇറ്റ്സെൽഫ് IR റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നത് 2915 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലും 1462 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 1376 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, 719 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലൊക്കെ ന്യൂജോൾ തന്നെ എന്ത് ചെയ്യും? IR റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. സോ എനി സാമ്പിൾ അബ്സോർപ്ഷൻ ബാൻഡ് ഓവർലാപ്പിംഗ് ദിസ് ന്യൂജോൾ, അതായത് ഏതെങ്കിലും സാമ്പിൾ അബ്സോർപ്ഷൻ ബാൻഡ് ഈ ഒരു ന്യൂജോളിൻ്റെ പീക്കിനെ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഹിഡൻ ആയിട്ടായിരിക്കും കാണുക. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂജോൾ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യും. എന്തിൻ്റെ കൂടെ? ഹെക്സാ ക്ലോറോ ബ്യൂട്ടാഡൈൻ്റെ കൂടെ. അതും അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത്തും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുൾ ടെക്നിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്മോൾ എമൗണ്ട് സോളിഡ് സാമ്പിൾ എടുത്തിട്ട് ഒരു മോട്ടറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അതിലോട്ട്
1 to 2 ഡ്രോപ്സ് ഓഫ് ന്യൂജോൾ ആഡ് ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റുക. അതിനെയാണ് നമ്മൾ മുൾ എന്ന് പറയുക. അതിനുശേഷം ഈ പേസ്റ്റിനെ നമ്മളൊരു IR ബീമിൻ്റെ പാത്തിൽ മൗണ്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുക. അതാണ് മുൾ ടെക്നിക്ക് അല്ലെങ്കിൽ ന്യൂജോൾ മുൾ അല്ലെങ്കിൽ മോൾഡ് ടെക്നിക്ക്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഐഡിയൽ ഫോർ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് സ്യൂട്ടബിൾ ആണ്. വെരി സ്മോൾ സാമ്പിളേ നമുക്ക് ആവശ്യമുള്ളൂ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇൻഡർഫറൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ന്യൂജോൾ അബ്സോർപ്ഷൻ പീക്സ് എന്ന്. അതുപോലെ തന്നെ പോളിമോർഫിക് ചേഞ്ചസ്, ഡീഗ്രഡേഷൻ, കെമിക്കൽ ഓൾട്രേഷൻ ഒക്കെ ഗ്രൈൻഡിങ് സമയത്ത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതാണ് മുൾ ടെക്നിക്ക്. അടുത്തതാണ് പ്രസ്ഡ് പെല്ലറ്റ് ടെക്നിക്ക്. പ്രസ്ഡ് പെല്ലറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഒരു സ്മോൾ എമൗണ്ട് സാമ്പിളിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക മോട്ടറിൽ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ അതിനെ മിക്സ്ഡ് വിത്ത് അറൌണ്ട് 100 ടൈം ഇറ്റ്സ് വെയിറ്റ് ഓഫ് പൗഡേർഡ് പൊട്ടാസ്യം ബ്രോമൈഡ്. അതായത് അതിൻ്റെ വെയിറ്റിൻ്റെ 100 ടൈംസ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പൗഡേർഡ് പൊട്ടാസ്യം ബ്രോമൈഡ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ആ ഒരു മിക്സ്ചറിനെ ഒരു സ്പെഷ്യൽ ഡൈ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡൈയിൽ എന്ത് ചെയ്യാം, പ്രസ് ചെയ്യുക ഹൈ പ്രഷറിൽ. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസ്ക് അല്ലെങ്കിൽ ഒരു പെല്ലറ്റ് ഫോം ചെയ്യും. അതിന് 1 to 2 millimeter തിക്നെസ്സും 1 centimeter ഡയമീറ്ററും ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ KBR പെല്ലറ്റ് അതിനുശേഷം നമ്മൾ എന്തിൽ പ്ലേസ് ചെയ്യുക, IR ബീമിൻ്റെ പാത്തിൽ പ്ലേസ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ IR സ്പെക്ട്രം കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രസ്ഡ് പെല്ലറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ സ്മോൾ എമൗണ്ട് സാമ്പിളിനെ എടുക്കുക, അതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിലോട്ട് അതിൻ്റെ വെയിറ്റിൻ്റെ 100 ടൈംസ് വെയിറ്റ് പൗഡേർഡ് പൊട്ടാസ്യം ബ്രോമൈഡ് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഒരു സ്പെഷ്യൽ ഡൈയിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ ഇതിനെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസ്ക് അല്ലെങ്കിൽ പെല്ലറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് 1 to 2 millimeter തിക്നെസ്സും 1 centimeter ഡയമീറ്ററും ആണുള്ളത്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ KBR പെല്ലറ്റ് നമ്മൾ IR ബീമിൻ്റെ പാത്തിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യും. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ KBR യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ന്യൂജോൾ അബ്സോർപ്ഷൻ്റെ ആ ഒരു ബാൻഡിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മുൾ ടെക്നിക്കിൽ നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞില്ലേ, അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ KBR പെല്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം സ്റ്റോർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡീഗ്രഡേഷൻ. സാമ്പിൾ കോൺസെൻട്രേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും സ്യൂട്ടബിൾ ആണ്. പിന്നെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഒബ്റ്റെയിൻ, KBR പെല്ലറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂജോൾ മുൾ മെത്തേഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഈ പൊട്ടാസ്യം ബ്രോമൈഡ് എന്ത് ചെയ്യും, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടറിസ്റ്റിക് ബാൻഡ് ഒരു 3400 to 3500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ കാണിക്കുന്നുണ്ട്. വാട്ടറിൽ OH ഗ്രൂപ്പ് കാരണമാണ്. പിന്നെ നമ്മൾ ഈ പെല്ലറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈ പ്രഷറിലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഹൈ പ്രഷർ പെല്ലറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അത് പോളിമോർഫിക് ചേഞ്ചസ് അല്ലെങ്കിൽ സാമ്പിളിൽ ഡീഗ്രഡേഷൻ കോസ് ചെയ്യും. ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പോളിമേഴ്സിന് അൺസ്യൂട്ടബിൾ ആണ്. നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹോമോജനൈസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സാമ്പിൾസും അല്ലെങ്കിൽ പോളിമേഴ്സും ഉണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എവിടെ, IR സ്പെക്ട്രത്തിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള മിക്സിങ്ങോ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് സമയത്തുള്ള ചേഞ്ചസ് ഒക്കെ കാരണം അവിടെ എന്തുണ്ടാവും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാമ്പിളിംഗ് ഓഫ് സോളിഡ്സ്. അടുത്തത് നമ്മൾ പറയുന്നത് സാമ്പിളിംഗ് ഓഫ് ലിക്വിഡ്സ് ആണ്. ലിക്വിഡ് സാമ്പിൾസിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ സാമ്പിളിംഗ് ചെയ്യാം, റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ്സ് ആയിട്ടുള്ള ലിക്വിഡ് സാമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെല്ലിൽ എടുക്കുക. ആ സെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആൽക്കലി ഹാലൈഡ്സ് ലൈക്ക് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ബ്രോമൈഡ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലാണ്. ആ സെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലിക്വിഡ് സാമ്പിളിനെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, IR ബീം ആ സെല്ലിലൂടെ പാസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് IR സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇത് സിമ്പിൾ ആണല്ലേ, നമുക്ക് പഠിക്കാൻ തന്നെ എന്ത് യൂസ് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള സാമ്പിൾ പ്രിപ്പറേഷൻ ആണ് ഇതുള്ളത്. പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് ഇത് സ്യൂട്ടബിൾ ആണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് സാമ്പിളിംഗ് ഓഫ് ഗ്യാസ്. ഇപ്പോൾ ഗ്യാസ് സാമ്പിൾസിന് നമ്മൾ IR സ്പെക്ട്രോമീറ്ററിൽ എക്സാമിൻ ചെയ്യുകയാണ്. എങ്ങനെ, വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യുക, ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് സാമ്പിൾസ് നമ്മൾ വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ IR സ്പെക്ട്രോമീറ്ററിൽ എക്സാമിൻ ചെയ്യുകയാണ്. ഈ ഗ്യാസ് സാമ്പിൾ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡ്സിൽ യൂസ് ചെയ്യുന്ന സെല്ലിനോട് സിമിലർ ആണ്.
അതിൻ്റെ വിൻഡോസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും? ആൽക്കലി ഹാലൈഡ്സ്, അതായത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ബ്രോമൈഡ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതായത് ഗ്യാസ് സാമ്പിൾ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ഡിസൈൻ ആയിരിക്കും ലിക്വിഡ്സിൻ്റെ, ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടാസ്യം ബ്രോമൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് കൊണ്ടാണ്. ഈ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 10 സെൻറ്റിമീറ്റർ അതിന് ലെങ്ത് ഉണ്ട്. പിന്നെ സഫീഷ്യൻറ്റ് പാത്ത് ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടിപ്പിക്കലി ലോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൻസിറ്റിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്യാസ് എന്ത് ചെയ്യാൻ പാടില്ല? ഈ സെൽ വിൻഡോനായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. ഹവവർ ഈ ഗ്യാസ് അനാലിസിസ് നമ്മൾ IR യൂസ് ചെയ്തിട്ട് ഗ്യാസ് അനാലിസിസ് അത്രത്തോളം കോമൺലി പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം അതിന് സെൻസിറ്റിവിറ്റി കുറവാണ്. പല ഗ്യാസസിനോടും അതിന് സെൻസിറ്റിവിറ്റി കുറവായതുകൊണ്ട് നമ്മൾ IR യൂസ് ചെയ്തിട്ട് അങ്ങനെ ഗ്യാസ് അനാലിസിസ് പൊതുവേ ചെയ്യാറില്ല. ഇതൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ 2 മാർക്കിനൊക്കെ. നമ്മൾ ഗ്യാസിൻ്റെ അനാലിസിസിന് എന്തുകൊണ്ട് IR യൂസ് ചെയ്യുന്നില്ല? കാരണം അതിന് പല ഗ്യാസസിനോടുള്ള ആദ്യം ജസ്റ്റ് എന്താണ് സാമ്പിളിംഗ് ഓഫ് ഗ്യാസ് പറയുക, അതിന് ശേഷം പറയാം ലോ സെൻസിറ്റിവിറ്റി ആയിരിക്കും പല ഗ്യാസിനോടും, അത് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സാമ്പിളിംഗ് ടെക്നിക്സിൽ വരുന്നത്. അത് നമ്മൾ സാമ്പിളിംഗ് ഓഫ് സോളിഡ്സ് പഠിച്ചു, സാമ്പിളിംഗ് ഓഫ് ലിക്വിഡ്സും പഠിച്ചു, സാമ്പിളിംഗ് ഓഫ് ഗ്യാസസ് നോക്കി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യും, അതായത് ക്വാളിറ്റേറ്റീവ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സിനൊക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് കോമ്പണൻസിൻ്റെ മിക്സ്ചർ, അതിനൊക്കെ ക്വാളിറ്റേറ്റീവ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനും എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അൺനോൺ സബ്സ്റ്റൻസിൻ്റെ IR സ്പെക്ട്രം നമ്മളൊരു റെഫറൻസ് സ്പെക്ട്രുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐസോമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ലൈക്ക് സിസ് ട്രാൻസ് ഐസോമേഴ്സ്, ടോട്ടോമറിക് ഫോംസ്, കൺഫേമേഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ഐസോമേഴ്സ്, പിന്നെ ഇമ്പ്യൂരിറ്റീസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ കണ്ടൻറ്റ് സാമ്പിളിൽ എത്രത്തോളം ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗാനിക് കോംപ്ലക്സസിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട്, അതായത് മെറ്റൽ ലിഗാൻഡ് കോംപ്ലക്സിന്റെ പ്രസൻസ്, ലോവർ സിമെട്രി ഓഫ് കോംപ്ലക്സ്, ഷേപ്പ് ആൻഡ് കോർഡിനേഷൻ ജിയോമെട്രി ഓഫ് കോംപ്ലക്സ്, ഇതിനൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പെയിന്റ് വാർണിഷിന്റെ അനാലിസിസിന് വേണ്ടിയിട്ട്, പിന്നെ ഓൾഡ് പെയിന്റിങ്സ് അതുപോലെ ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സിന്റെ ഒക്കെ എക്സാമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ചിലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലും ക്വാളിറ്റി കൺട്രോൾ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രീസിലൊക്കെ അൺനോൺ സാമ്പിൾസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഫ്ലേവറിംഗ് ഏജന്റ്, കളറിംഗ് ഏജൻറ്റ്സ് ഇൻ ഫുഡ് ആൻഡ് കോസ്മെറ്റിക്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മോളിക്കുലർ വെയ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി, ക്രിസ്റ്റലൈനിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യും മൾട്ടി കോമ്പണൻറ്റ് മിക്സ്ചേഴ്സിൻ്റെ ഒക്കെ ലൈക്ക് സൾഫർ, ഓക്സിജൻ, ആനയോൺസ് യൂസിങ് ATR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താ IR സ്പെക്ട്രോസ്കോപ്പീൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് സാമ്പിൾ ഹാൻഡ്ലിംഗ് ടെക്നിക്സും IR സ്പെക്ട്രോസ്കോപ്പീൻ്റെ ആപ്ലിക്കേഷനാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചതെന്നാണ്. സാമ്പിളിംഗ് ടെക്നിക്സ് ഒക്കെ നമുക്ക് 5 മാർക്കിന്, അതല്ലെങ്കിൽ പ്രസ്ഡ് ബെല്ല ടെക്നിക്കോ മുൾ ടെക്നിക്കോ അങ്ങനെ എടുത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി തനിയും ചോദിക്കാറുണ്ട്, 2 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട്. അതുപോലെ IR സ്പെക്ട്രോസ്കോപ്പിന് എന്തെങ്കിലും 10 മാർക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെയും ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വൈബ്രേഷണൽ ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ, IR റീജിയൻസ് ഒക്കെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നോക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ BPharm ക്ലാസ്സുകൾ മലയാളത്തിൽ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.